ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളം സിനിമയിൽ ധാരാളം ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ആസ്പെക്റ്റ് ചേർന്നൊരു സിനിമയായിരുന്നു 2019 ഇറങ്ങിയ ലൂസിഫർ. അപ്പോൾ മോഹൻലാലായിരുന്നു അതിലെ നായകൻ. അപ്പോൾ ഈ സിനിമയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ സിനിമയല്ല, അതിലെ പല ഇൻ്റർനാഷണൽ റിലേഷൻസ് ആസ്പെക്ട്സാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ സിനിമയിലെ വില്ലനായിട്ട് വരുന്ന കഥാപാത്രമാണ് നമ്മുടെ ബിമലം നായർ അല്ലെങ്കിൽ ബോബി എം നായർ. അപ്പോൾ ബോളിവുഡ് നടനായ വിവേക് ഒബ്രോയാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമയിൽ നമ്മൾ ഈ ബിമലം നായരെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ട് വരുവാണ്. പക്ഷേ ബിമലം നായരുടെ യഥാർത്ഥ ഇൻട്രസ്റ്റ് ഡ്രഗ് ട്രേഡിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ലോബിയിങ് ലീഡറായിട്ടാണ് നമ്മൾ സിനിമയിൽ ബിമലിനെ കാണുന്നത്. അപ്പോൾ ആ സിനിമയിൽ സ്പെസിഫിക്കലി കാണിക്കുന്നുണ്ട് അവർ ഇന്ത്യൻ ഓഷൻ റൂട്ടിൽ കൂടി ഡ്രഗ്സ് വരുന്നതും അത് പിന്നീട് സയ്യിദ് മസൂദിൻ്റെ ഗ്യാങ് അത് ഇൻട്രസെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ഡ്രഗ് റൂട്ടാണ് കാണിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് വരുന്നത്. ഗോൾഡൻ ക്രസൻറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഡ്രഗ് റൂട്ട് ഉണ്ട്. നമ്മുടെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ ഏരിയയിലുള്ള ഡ്രഗ് റൂട്ടാണ്. അപ്പോൾ അവിടെയുള്ള കറപ്റ്റഡായ ഓഫീസേഴ്സിനും പല റിബൽ ഗ്രൂപ്പുകൾക്കും ഈ ഡ്രഗ് സിൻഡിക്കേറ്റുകൊണ്ട് ബന്ധമുണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞ 10-40 കൊല്ലമായിട്ട് യുദ്ധമാണ്, ഭയങ്കര ദാരിദ്ര്യമാണ്, കാലാവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഡ്രഗ്സ് കൃഷി ചെയ്താണ് അവർ സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പിയത്തിൻ്റെ കൃഷിയുണ്ട്, അത് പിന്നെ സംസ്കരിച്ച് കയറ്റി അയക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് മാപ്പ് നോക്കിയാൽ കാണാം, ഈ മയക്കുമരുന്ന് വടക്കോട്ട് സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക് വഴി റഷ്യയിലേക്ക് പോകുന്നുണ്ട്, ഇറാൻ വഴി തുർക്കി വഴി യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്, പഞ്ചാബ് വഴി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഉടുത്ത പഞ്ചാബ് സിനിമ കാണിക്കുന്നത്. ഈ ലൂസിഫറിൽ എടുത്ത് കാണിക്കുന്ന ഇതിന് ഇന്ത്യൻ ഓഷൻ റൂട്ടാണ്. അപ്പോൾ അതിന് പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വന്ന അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ പാകിസ്ഥാൻ്റെ ISIയുടെയും ഡി കമ്പനിയുടെയും സപ്പോർട്ടുള്ള ഡ്രഗ്സിൻ്റെ റൂട്ട് അത് നമ്മുടെ അറബിക്കടൽ വഴിയാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. നമ്മുടെ കൊച്ചി അടക്കമുള്ള നഗരങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇതുകൂടാതെ നമ്മുടെ GCC രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഡ്രഗ് ട്രേഡിൻ്റെ ഇന്ത്യൻ ഓഷൻ റൂട്ട്. അപ്പോൾ നമുക്ക് അടുത്തിടെ കാണാം ഇന്ത്യൻ നേവി ധാരാളം കോടികളുടെ ഡ്രഗ്സ് പിടിക്കുന്നുണ്ട്. അതാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഈ സിനിമയിലെ വേറൊരു വില്ലൻ കഥാപാത്രമാണ് ഗ്രിഗറി. അപ്പോൾ നമുക്ക് കാണാം ഗ്രിഗറി ബോബിയെ ഫണ്ട് ചെയ്യുന്ന മാഫിയയുടെ ഒരു ലീഡർ. അപ്പോൾ ഗ്രിഗറി പ്രദാനം ചെയ്യുന്നത് റഷ്യൻ മാഫിയാണ്. അപ്പോൾ എന്താണ് മാഫിയ? അനധികൃതമായ കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കുന്നവരാണ് മാഫിയ. ചിലപ്പോൾ അഴിമതിയാവാം, കള്ളപ്പണമാവാം, ആയുധക്കടത്തോ, മയക്കുമരുന്ന് കടത്തോ, പെൺവാണിഭോ, അങ്ങനെ എല്ലാവിധ ഇല്ലീഗൽ പരിപാടി ഉണ്ടാവും. അപ്പോൾ ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ പല വിധത്തിലുള്ള മാഫിയുണ്ട്. ഇപ്പോൾ കേരളത്തിലടക്കമുണ്ട് മാഫിയ. പക്ഷേ റഷ്യയിലെ മാഫിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. സാമ്പത്തിക പ്രശ്നമുണ്ടായി, സുരക്ഷാപരമായ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഉയർന്നു വന്നതാണ് റഷ്യൻ മാഫിയ. അവർക്ക് റഷ്യയുടെ ഭരണതലങ്ങളിലൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അവർക്ക് ലോകത്തെമ്പാനും ഭയങ്കര റാക്കറ്റുകളുണ്ട്. അവർ ആയുധം, മയക്കുമരുന്ന്, അതുപോലെ പ്രോസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പല ബിസിനസ്സുകൾ ചെയ്ത് കുപ്രസിദ്ധരാണ് റഷ്യൻ മാഫിയ. അതിന് ഭയങ്കര സ്ട്രെങ്ത്താണ്. അവർ പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവർ ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയെ പറ്റി പറയുവാണെങ്കിൽ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ ഗോവയിൽ റഷ്യൻ മാഫിയയ്ക്ക് ഭയങ്കര ഹോൾഡുണ്ട്. അവർക്ക് അവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെയും ഡ്രഗ്സിൻ്റെയൊക്കെ ഭയങ്കര ബിസിനസ്സുണ്ട്. അപ്പോൾ ഗോവയിലെ പത്രങ്ങളൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ റഷ്യൻ മാഫിയയുടെ ഏജൻ്റായിട്ടാണ് ആ ലൂസിഫർ സിനിമയിലെ ഗ്രിഗറിയെ കാണിക്കുന്നത്. ഇനി നമ്മൾ തേർഡ് കഥാപാത്രം അല്ലെങ്കിൽ 2 കഥാപാത്രങ്ങൾ ഒരേ സമയം ചെയ്യുന്ന ആളാണ് നമ്മുടെ ലാലേട്ടൻ തന്നെ ചെയ്ത. ഒരു ഭാഗത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി, ഒരു ഭാഗത്ത് ഖുറേഷി അബ്രഹാം. ഇനി ആരാണ് ഇതിൽ ഖുറേഷി അബ്രഹാം? അപ്പോൾ അതിൽ തന്നെ വേറൊരു കഥാപാത്രമുണ്ട്, സിംഗാനിയ എന്നും പറഞ്ഞുണ്ട്. അപ്പോൾ അത് ശക്തി കപൂറാണ് ഇത് വേഷം ചെയ്തിരിക്കുന്നത്. ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞൊരു വലിയ ഡയമണ്ട് ട്രേഡറാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് കോൺഫ്ലിക്റ്റ് ഡയമണ്ട് എന്നൊരു സംഭവമുണ്ട്. അതായത് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡയമണ്ടിൻ്റെയൊക്കെ പൈസ ഈ ഡയമണ്ട് 2 രീതിയിൽ കൂടി കുഴിച്ചെടുക്കും. ഒന്ന് മണ്ണിൽ കുഴിച്ചെടുക്കും, ഒന്ന് ഈ പുഴകളിൽ കൂടി ഒഴുകി വരും. അതിനാണ് അലൂവിയൽ ഡയമണ്ട് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഡയമണ്ട് ഉണ്ട്. പക്ഷെ നോക്കുവാണെങ്കിൽ ഈ ഡയമണ്ടിൻ്റെ പൈസ അവിടുത്തെ ജനങ്ങൾക്ക് കാര്യമായിട്ട് കിട്ടുന്നില്ല. അവിടുത്തെ ഗവൺമെൻറ്റിന് അതിൻ്റെ ടാക്സ് വരുമാനം കിട്ടുന്നില്ല. പിന്നെ ആർക്കാണിത് പോകുന്നത്? ഇത് കുഴിച്ചെടുക്കുന്നത് അവിടുത്തെ മാഫിയ നേതാക്കളാണ്, അവിടുത്തെ പല തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതാക്കളാണ്. അതുകൂടാതെ ഇതിൻ്റെ പണം പോകുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരിലേക്കാണ്. അപ്പോൾ ആയിരക്കണക്കിന് സാധാരണയായ മനുഷ്യരെയും കുട്ടികളടക്കം അടിമപ്പണി എടുപ്പിച്ചാണ് ഈ ഡയമണ്ട് എടുക്കുന്നത്. ഈ പൈസ പോകുന്നത് എന്തിനാണ്? പല വിധത്തിലുള്ള വിമത ഗ്രൂപ്പുകളെയും തീവ്രവാദ ഗ്രൂപ്പുകളെയും സപ്പോർട്ട് ചെയ്യാനാണ്. അപ്പം അങ്ങനെ ഈ ഡയമണ്ടിൽ നിന്നുള്ള പൈസ വെച്ച് പല യുദ്ധങ്ങളും തുടരുന്നുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് അങ്കോളയിൽ നടന്ന ആഭ്യന്തര യുദ്ധം, സിയറ ലിയോണിൽ നടന്ന ആഭ്യന്തര യുദ്ധം. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സിനിമയായ ബ്ലഡ് ഡയമണ്ടിൽ ഇതെടുത്ത് കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഈ പ്രതിഭാസത്തെയാണ് കോൺഫ്ലിക്റ്റ് ഡയമണ്ട് എന്ന് പറയുന്നത്. അതായത് ആഫ്രിക്കയിലെ ഡയമണ്ട് പല കൈകളിലൂടെ മറിഞ്ഞാണ് ലോകത്തെത്തുന്നത്. അപ്പോൾ ആ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട് റഷ്യ എന്നാണ് സിംഗാനി വിളിക്കുന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ കോൺഫ്ലിക്റ്റ് ഡയമണ്ട് പലപ്പോഴും എത്തിച്ചേരുന്നത് റഷ്യ, ഇസ്രായേൽ, GCC രാജ്യങ്ങൾ, ഇന്ത്യയിലൊക്കെയാണ്. അപ്പോൾ ഈ ഡയമണ്ട് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് കാര്യമായിട്ട് ഗുണമുണ്ടാവാറുള്ളത്. അപ്പോൾ അത് ഡീൽ ചെയ്യുന്ന ഒരാളാണ് ഖുറേഷി എബ്രഹാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി. ഇനി നമ്മുടെ ലാലേട്ടൻ്റെ വേറൊരു റോള് നമ്മുടെ നായകൻ സ്റ്റീഫൻ നെടുമ്പള്ളി. അപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഗോവർദ്ധൻ പറയുന്നുണ്ട് അമേരിക്കയുടെ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും വർക്ക് ചെയ്തതാണ് സ്റ്റീഫൻ നെടുമ്പള്ളി. അപ്പോൾ എന്താണ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് അവിടെ റോൾ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ പലതും പ്രൈവറ്റൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ആശുപത്രികൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ പ്രൈവറ്റ് സ്കൂളുകൾ, ഇൻഡസ്ട്രികൾ പ്രൈവറ്റ് ഇൻഡസ്ട്രികൾ. ചില രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ വരെ പ്രൈവറ്റൈസ്ഡ് ആണ്. അതായത് സൈന്യം ഒക്കെ പ്രൈവറ്റുകാർ പ്രൊവൈഡ് ചെയ്യും. അതിനാണ് പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ PMC എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ യുദ്ധം കഴിഞ്ഞ 60-70 കൊല്ലം കൊണ്ട് നയിച്ച രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അമേരിക്കയുടെ പല യുദ്ധങ്ങളും പ്രൈവറ്റ് വൽക്കരിക്കപ്പെട്ട യുദ്ധങ്ങളാണ്. പലപ്പോഴും യുദ്ധത്തിന് വരുന്ന സൈനികർ പ്രൈവറ്റ് കമ്പനികൾ ഹയർ ചെയ്യുന്ന മെഴ്സിനറീസാണ്, കൂലിപ്പട്ടാളക്കാരാണ്. അപ്പം അങ്ങനത്തെ പല പ്രൈവറ്റ് മിലിറ്ററി കോൺട്രാക്ടേഴ്സ് അമേരിക്കയിലുണ്ട്. ഉദാഹരണം ഒന്നാണ് ബ്ലാക്ക് വാട്ടർ എന്ന് പറഞ്ഞ കമ്പനി. അവർ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും റോൾ വഹിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മാത്രമല്ല, ഈ മിലിറ്ററി കോൺട്രാക്ടേഴ്സ് പല കാര്യങ്ങൾ ചെയ്യും. ഇപ്പം അമേരിക്കയുടെ ആയുധങ്ങൾ ഇവിടെ എത്തിക്കുക, സൈനികര കൂലിപ്പട്ടാളക്കാരെ കൊണ്ടുവരിക, അവിടുത്തെ എയർപോർട്ടുകൾ, അവിടുത്തെ സീപോർട്ടുകൾ, അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ, അവിടുത്തെ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റലേഷൻസ് ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുക, അമേരിക്കൻ സൈനികരുടെ ലോജിസ്റ്റിക്സ് റെഡിയാക്കുക. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഈ മിലിറ്ററി കോൺട്രാക്ടേഴ്സ് ചെയ്യും. അങ്ങനെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്കയ്ക്ക് ആയിരക്കണക്കിന് മിലിറ്ററി കോൺട്രാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അമേരിക്കയുടെ കോടിക്കണക്കിന് വരുന്ന ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ശക്തനായൊരു മിലിറ്ററി കോൺട്രാക്ടറാണ് ഇതിൽ സ്റ്റീഫൻ നെടുമ്പള്ളി കാണിക്കുന്നത്. അത് വളരെ പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. അമേരിക്കയുടെ പൊളിറ്റിക്സിലൊക്കെ അവർ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സ്വർണ്ണക്കടത്തിനെ പറ്റി ബോബി നായർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സ്റ്റീഫൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ ഖുറേഷി എബ്രഹാം ഒരു അമേരിക്കയുടെ മുൻ മിലിറ്ററി കോൺട്രാക്ടറായിരുന്നു. അത് മാത്രമല്ല അയാൾക്ക് ആഫ്രിക്കയിലെ കോൺഫ്ലിക്റ്റ് ഡയമണ്ട്സുമായിട്ടും സ്വർണ്ണക്കടത്തുമായിട്ടും നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സ്വർണ്ണക്കടത്തിനെ പറ്റി പറഞ്ഞിരുന്നു. കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ പറ്റിയും സുഡാനിലെ ആഭ്യന്തര യുദ്ധവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അങ്ങനെയുള്ള പല ട്രാൻസ്നാഷണൽ കണക്ഷൻസ് ഉണ്ട്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് കാണിച്ച ഒരു മലയാള സിനിമയാണ് ലൂസിഫർ. അപ്പം നിങ്ങൾക്ക് ഈ അനാലിസിസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും രേഖപ്പെടുത്തുക, കൂടുതൽ ഷെയർ ചെയ്യുക.